അവർ തിരികെ പോകുന്ന വഴിയിൽ തുമ്പൂർമുഴയിൽ കയറി. കുറേ പ്രാവശ്യം വന്നതുകൊണ്ട് തന്നെ അച്ചുവിനോ ലച്ചുവിനോ അധികം താല്പര്യമുണ്ടായിരുന്നില്ല. എന്നാലും അവിടെ ഇറങ്ങി. റോഡിൽ തന്നെ ഐസ്ക്രീം വണ്ടികൾ കിടക്കുന്നത് കണ്ടതും ലച്ചുവും അച്ചുവും മുഖത്തോട് മുഖം നോക്കി. പിന്നീട് കാറൊതുക്കിയിട്ട് വരുന്ന കിച്ചുവിനെയും. കിച്ചുവേട്ടാ, എനിക്ക് ഐസ്ക്രീം വാങ്ങിത്തരുമോ? ലച്ചു ചോദിച്ചതും കിച്ചുവിൻ്റെ കിളികൾ പറന്നുപോയി. കുറച്ചു മുൻപാണ് രണ്ടും കൂടെ 3 ഐസ്ക്രീം കഴിച്ചു തീർത്തത്. ഇപ്പോൾ തന്നെയല്ലേ 3 കഴിച്ചേ? അധിക നേരം ആയിട്ടില്ലല്ലോ. കിച്ചു പറഞ്ഞതും രണ്ടും അവനെ നോക്കി ചിരിച്ചു കാണിച്ചു. പ്ലീസ് ഒരെണ്ണം കൂടെ. അച്ചു അവനെ നോക്കി ഒരു ലോഡ് നിഷ്കളങ്കത വാരി വിതറിക്കൊണ്ട് പറഞ്ഞു. അതിൽ കിച്ചു വീണു രണ്ടിനെയും കൊണ്ട് ഐസ്ക്രീം വണ്ടിയുടെ അടുത്തേക്ക് നടന്നു. ഇഷ്ടമുള്ള ഫ്ലേവർ നോക്കി എടുത്തോ. നിങ്ങൾക്ക് വേണോ? അവർക്കടുത്തേക്ക് നടന്നു വന്ന ബാക്കി 3നോടുമായി കിച്ചു ചോദിച്ചു. 3ഉം ഒരുപോലെ വേണ്ടാന്ന് പറഞ്ഞു. അഞ്ജുവിന് വേണ്ടേ? കിച്ചു അഞ്ജുവിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. വേണ്ട കിച്ചേട്ടാ, എനിക്ക് 2 ദിവസം കഴിഞ്ഞ എക്സാമാണ്. ഐസ്ക്രീം കൂടുതൽ കഴിച്ചാൽ പനി പിടിക്കും. അഞ്ജു പറഞ്ഞതും കിച്ചു തലയാട്ടിക്കൊണ്ട് പൈസയും കൊടുത്തു. പിന്നെ എല്ലാവരെയും കൂടെ അകത്തേക്ക് കയറി. കിച്ചു പോയി അകത്തേക്ക് കയറാനുള്ള ടിക്കറ്റ് എടുത്തു. അവൻ കൂടെ വന്നതും എല്ലാം കൂടെ ഉള്ളിലേക്ക് നടന്നു. അവിടെയും ഇവിടെയുമായി കുറേ കുരങ്ങന്മാർ ഓടി നടക്കുന്നു. ഷോ, ഇവിടെ എന്തോരം മങ്കീസാണ്, അച്ചു പതിയെ പറഞ്ഞു. എന്നാൽ അത് കേട്ട് കിച്ചു പതിഞ്ഞു ചിരിച്ചു. അത് കേട്ടതും അച്ചു തലചിരിച്ചു നോക്കി. വീണ്ടും നാണം കെട്ടു. അച്ചു ആത്മഗതിച്ചുകൊണ്ട് അവനെ നോക്കി. കണ്ണനും മഞ്ജുവും മുന്നിലേക്ക് നടന്നു പോയപ്പോൾ അച്ചു പതിയെ കിച്ചുവിൻ്റെ അരികിലേക്ക് നീങ്ങി നടന്നു. അത് കണ്ട് കിച്ചുവിനൊപ്പം നടക്കാമെന്ന് കരുതി തിരിഞ്ഞ ലച്ചു അച്ചുവിനെ നോക്കി ഒരു കള്ളച്ചിരിയും ചിരിച്ചുകൊണ്ട് അജിത്തിൻ്റെ തോളിലേക്ക് കൈയിട്ട് നടന്നു. അഞ്ജുവും കണ്ണനും ഗാർഡൻ ഏരിയയിലേക്ക് നടന്നു. രണ്ടും കൂടെ ബാക്കിൽ വരുന്ന ഒരെണ്ണത്തിനെയും നോക്കാതെ അങ്ങോട്ട് നടന്നു. അഞ്ജുവിൻ്റെ ഫോണിൽ എന്തോ നോക്കി നടക്കുകയാണ് കണ്ണനും മഞ്ജുവും. അജിത്തും ലച്ചുവും ആണെങ്കിൽ നേരെ പോയത് ഫുഡ് കോർട്ടിലേക്കും. നമ്മൾ എങ്ങോട്ട് പോകും? അച്ചു കിച്ചുവിനെ നോക്കി. കിച്ചു ആണെങ്കിൽ 2 കൂട്ടരും പോയ വഴിയിൽ നോക്കി നിൽക്കുകയാണ്. കിച്ചേട്ടാ, നമുക്ക് പുഴയുടെ അടുത്തേക്ക് പോകാം. എന്തോ കത്തിയെന്ന പോലെ അച്ചു പറഞ്ഞു. കിച്ചു അതിന് സമ്മതിച്ചുകൊണ്ട് അങ്ങോട്ട് നടന്നു. പുഴയ്ക്കടുത്തേക്ക് എത്തിയതും 2 പേരും പുഴയിലേക്ക് നോട്ടം പായിച്ചു. അധികം ആഴമില്ല, പാറകൾ നിറഞ്ഞിട്ടുണ്ട്. കിച്ചേട്ടാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ, ചോദിക്ക്. കിച്ചു അവിടെ മുഖത്തേക്ക് നോട്ടം പായിച്ചു. കിച്ചേട്ടൻ എന്താ നാട്ടിൽ നിന്ന് പോയിട്ട് ഇത്രയും നാൾ വരാതിരുന്നേ? അപ്പച്ചിയും അമ്മാവനും കണ്ണേട്ടനുമൊക്കെ തൃശ്ശൂരിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടും കിച്ചേട്ടൻ എന്താ ഇങ്ങോട്ട് വരാതിരുന്നേ? അച്ചു സംശയത്തോടെ അവനെ നോക്കി ചോദിച്ചു. അവൻ ചിരിക്കുകയാണ്. പിന്നെ അവളെ നോക്കി. അച്ഛനും അമ്മയും കണ്ണനും തൃശ്ശൂരിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ ഒരു കാരണമുണ്ട്. പിന്നെ ഇനിയും അവിടെ നിന്നാൽ ശരിയാവില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് അമ്മയുടെ നാടായ ഇങ്ങോട്ടെല്ലാവരും വന്നത്. പക്ഷേ എന്തോ ജനിച്ചു വളർന്ന നാടതല്ലേ, അതുകൊണ്ട് ഇങ്ങോട്ട് പെട്ടെന്ന് വരാൻ എനിക്ക് തോന്നിയില്ല. പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. പണ്ട് ബാംഗ്ലൂർക്ക് പോകുന്നതിന് മുൻപ് 2 വട്ടം കസിൻസിൻ്റെ കല്യാണത്തിനാണ് വന്നത്. പിന്നെ ഒരു വട്ടം വന്നിരുന്നു അച്ഛനൊപ്പം ഈ വീട് നോക്കാൻ. കിച്ചേട്ടൻ പറഞ്ഞത് കേട്ടപ്പോൾ അച്ചു അന്തം വിട്ടുകൊണ്ട് അവനെ നോക്കി. എന്നിട്ട് ഞാൻ കണ്ടില്ലല്ലോ. അച്ചു പറഞ്ഞു. ഞാനും കണ്ടിട്ടില്ല നിന്നെ. പിന്നെ ഞാൻ സ്റ്റഡീസിൻ്റെ കാര്യത്തിന് വേണ്ടി കർണാടകയ്ക്ക് പോയി. പിന്നെ ബാംഗ്ലൂർ ജോലി നേടി അവിടെ അങ്ങ് കൂടി. പിന്നെ ഇപ്പോൾ ഇങ്ങോട്ട് വരണമെന്ന് തോന്നി. അച്ചു അവനെ നോക്കി ഓഹോ എന്ന രീതിയിൽ നിൽക്കുകയാണ്. കുറച്ചു നേരം സംസാരിച്ചു. പിന്നീട് അച്ചു പുഴയിലേക്ക് ഇറങ്ങി. അച്ചു വേണ്ടാട്ടോ, കിച്ചു അവൾക്ക് മുന്നറിയിപ്പ് എന്ന പോലെ പറഞ്ഞു. അച്ചു 2 കാലുകളും വെള്ളത്തിൽ നനച്ചുകൊണ്ട് കുറച്ചു നേരം നിന്നു. തുമ്പൂർമുഴയിൽ നിന്ന് കുറച്ചു നേരം കഴിഞ്ഞതും ടൗണിലേക്ക് പോയി. അല്പം ദൂരമുണ്ട്. ഇങ്ങോട്ട് വന്നപ്പോഴും എല്ലാം കിച്ചു ഓടിച്ചത് കൊണ്ട് തിരികെ പോകുമ്പോൾ കണ്ണൻ ഓടിക്കാമെന്ന് പറഞ്ഞ് ഡ്രൈവിംഗ് സീറ്റിൽ കണ്ണൻ കയറി. അപ്പോൾ തന്നെ ലച്ചു കോ ഡ്രൈവർ സീറ്റിൽ കയറിയിരുന്നു. അതുകൊണ്ട് അച്ചു അവളെ കൂർപ്പിച്ചു നോക്കി. അഞ്ജുവും അജിത്തും വിൻഡോ സീറ്റ് വേണമെന്ന് പറഞ്ഞ് വിൻഡോ സീറ്റിലേക്ക് കയറിയിരുന്നു. അവർക്ക് നടുക്കായി അച്ചുവും കിച്ചുവും കയറിയിരുന്നു. അച്ചുവിൻ്റെ മനസ്സിൽ 1000 പടക്കം ഒരുമിച്ച് കത്തിയ ഫീലായിരുന്നു. കിച്ചു അച്ചുവിനെ മുട്ടിയാണ് ഇരിക്കുന്നത്. അജിത്താണേൽ വിശാലമായി ഇരിക്കുകയാണ്. ടൗണിൽ പോയി ഭക്ഷണം കഴിച്ച് നേരെ വീട്ടിലേക്ക് പോയി. പോകുന്ന വഴിക്ക് ലച്ചുവിൻ്റെയും അജിത്തിൻ്റെയും വീട്ടിൽ കയറി. അവരെ അവിടെ ഇറക്കിയതിനു ശേഷമാണ് അവർ തിരികെ മടങ്ങിയത്. വീട്ടിൽ ചെന്നതേ ഡ്രസ്സ് പോലും മാറാതെ അച്ചു ബെഡിലേക്ക് കിടന്നു. എണീറ്റപ്പോൾ നല്ല പോലെ വൈകി.
7 മണിയായി എഴുന്നേറ്റപ്പോൾ തന്നെ. എണീറ്റ് വന്നതേ അമ്മയുടെ വായിലിരിക്കുന്നത് മുഴുവൻ കേട്ടു. ഇത്ര നേരം കിടന്നുറങ്ങിയതിനാണ്. പിന്നെ പോയി ഒരു കുളിയും പാസ്സാക്കി തിരികെ വന്നു. 10ാം ക്ലാസ് ആണെന്ന വല്ല ബോധമുണ്ടോ നിനക്ക്? പോയിരുന്ന് പഠിക്കടി. കുളി കഴിഞ്ഞ് വന്ന് ഫോൺ എടുക്കാൻ വന്നപ്പോഴാണ് അമ്മയുടെ അലർച്ച. അത് കേട്ട് TV കണ്ടുകൊണ്ടിരുന്ന അച്ഛൻ അച്ചുവിനെ നോക്കി. പിന്നെ ഫോൺ അവിടെ വെച്ച് വേഗം ഒരു മുറിയിലേക്ക് കയറി. ആ മുറിയിൽ ഒരു മേശയും അലമാരിയും മാത്രമേ ഉള്ളൂ. അച്ചുവും ചേച്ചിയും ഒരു മുറിയിലാണ് കിടക്കുന്നത്. അച്ഛനും അമ്മയും ഹാളിലാണ് കിടക്കാറ്. മേശയിലിരിക്കുന്ന തൻ്റെ പുസ്തകങ്ങൾക്കിടയിൽ നിന്ന് ഒരു ഡയറി വലിച്ചെടുത്തു. പിന്നെ ഡയറി എഴുതാൻ തുടങ്ങി. ഇന്നലെ അപ്പച്ചിയുടെ വീട്ടിലായിരുന്നതുകൊണ്ട് ഡയറി എഴുതാൻ പറ്റിയില്ല. എന്നത്തെയും പോലെ രാവിലെ തന്നെ അപ്പച്ചിയുടെ വീട്ടിൽ ഹാജർ വയ്ക്കാൻ പോയപ്പോഴാണ് കണ്ണേട്ടൻ പറയുന്നത് കണ്ണേട്ടൻ്റെ അനിയൻ നിഖിൽ എന്ന കിച്ചു വന്നിട്ടുണ്ടെന്ന്. ഞാനിതുവരെയും ആളെ നേരിട്ട് കണ്ടിട്ടില്ല. അപ്പച്ചി എൻ്റെ അച്ഛൻ്റെ ഒരു ബന്ധുവാണ്. അകന്ന ബന്ധുവാണോ അടുത്ത ബന്ധുവാണോ എന്ന് എനിക്കറിയില്ല. അപ്പച്ചിയെ വിവാഹം കഴിച്ചു വിട്ടിരുന്നത് തൃശ്ശൂർക്കാണ്, നമ്മുടെ വടക്കുന്നാഥൻ്റെ അടുത്തുള്ള സ്ഥലത്തേക്ക്. ഞങ്ങളും തൃശ്ശൂർ തന്നെയാണ്. എന്നാലും അങ്ങോട്ട് 2 മണിക്കൂറിലധികം യാത്രയുണ്ട്. അതുകൊണ്ട് അങ്ങോട്ട് പോകാറൊന്നുമില്ല. അച്ഛൻ്റെ ഒരു ബന്ധുവിൻ്റെ കല്യാണത്തിനാണ് ഞാൻ ആദ്യമായി അപ്പച്ചിയെയും അമ്മാവനെയും കാണുന്നത്. അമ്മയ്ക്ക് അധികം ആരെയും അവിടെ അറിയില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കും അപ്പച്ചിയായിരുന്നു കൂട്ടിന്. അന്ന് അവിടെ വെച്ച് അപ്പച്ചിയായിട്ട് നന്നായി ഞാൻ കമ്പനിയായി. ഒരുപക്ഷെ എനിക്കെൻ്റെ അമ്മയേക്കാൾ അപ്പച്ചിയോട് അടുപ്പം തോന്നി. അമ്മാവനും കണ്ണേട്ടനുമായി നല്ലൊരു ബന്ധം ഉടലെടുത്തു. അമ്മാവനും അപ്പച്ചിക്കും 2 ആൺമക്കളായതുകൊണ്ട് പെൺമക്കളോട് നല്ല ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ എന്നെ വലിയ കാര്യമാണ്. എൻ്റെ ചേച്ചി ഒതുങ്ങിയ ടൈപ്പ് ആയതുകൊണ്ട് അവളേക്കാൾ എന്നെയാണ് ഇഷ്ടം. കണ്ണേട്ടൻ എന്നെ സ്വന്തം അനിയത്തിയായി പ്രഖ്യാപിച്ചു. കിച്ചേട്ടൻ കല്യാണത്തിന് വന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആളെ കണ്ടിട്ടും ഉണ്ടായില്ല. പിന്നീട് അപ്പച്ചി ഇടയ്ക്ക് വല്ലപ്പോഴും അമ്മയുടെ ഫോണിലേക്ക് വിളിക്കും. ഞങ്ങളെല്ലാവരും അപ്പച്ചിയോട് സംസാരിക്കും. വല്ലപ്പോഴും എന്നത് പിന്നീട് 2 ദിവസം കൂടുമ്പോഴായി. പിന്നെ അത് ഡെയിലി വിളിക്കലായി. വിളിക്കുമ്പോൾ അപ്പച്ചിയോട് മാത്രമല്ല അമ്മാവനോടും കണ്ണേട്ടനോടും ഞാൻ സംസാരിക്കാറുണ്ട്. പിന്നെ കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ അപ്പച്ചി അടുപ്പിച്ച് കുറച്ചുനാൾ വിളിച്ചില്ല. അമ്മയോട് പറയുമ്പോൾ തിരക്കാവുമെന്ന് പറയും. അങ്ങനെ ഒരു ദിവസം അമ്മ അയൽക്കൂട്ടത്തിന് പോയപ്പോൾ ഞാൻ അമ്മയുടെ ഫോണെടുത്ത് അങ്ങോട്ട് വിളിച്ചു. ഫോണെടുത്തത് കണ്ണേട്ടനാണ്. കണ്ണേട്ടനായിട്ട് കുറേ സംസാരിച്ചു. അപ്പച്ചി തലവേദനയായിട്ട് കിടക്കാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് ശല്യപ്പെടുത്താൻ തോന്നിയില്ല. പിന്നെ ഒരു വട്ടം വിളിച്ചപ്പോൾ അപ്പച്ചി ഒട്ടും ഉഷാറില്ലാതെയാണ് സംസാരിച്ചത്. അപ്പച്ചിക്ക് എന്തെങ്കിലും പ്രശ്നം കാണുമെന്ന് കരുതി പിന്നെ ഞാൻ അങ്ങോട്ട് വിളിക്കാൻ നിന്നില്ല. അങ്ങനെ ഒരു ദിവസം എൻ്റെ വീടിൻ്റെ മുന്നിലുള്ള വീട് വൃത്തിയാക്കാൻ അതിൻ്റെ ഓണർ വന്നപ്പോഴാണ് പറഞ്ഞത് ആ വീട് വിറ്റു എന്ന്. അടുത്ത ഞായറാഴ്ച തന്നെ പുതിയ താമസക്കാർ വന്നു. ആദ്യം കുറേ സാധനങ്ങൾ നിറച്ച ലോറിയാണ് വന്നത്. അതിന് പിന്നിലെ ഒരു കാറും. ആ കാറിൽ നിന്ന് ഇറങ്ങിയവരെ കണ്ടതും എനിക്കും അമ്മയ്ക്കും സന്തോഷമായി. അപ്പച്ചിയും ഫാമിലിയും. 2 വർഷങ്ങൾക്ക് ശേഷമാണ് അപ്പച്ചിയെ കാണുന്നത്. അപ്പച്ചി എന്നോട് വന്ന് കുറേ സംസാരിച്ചു. പിന്നെ അപ്പച്ചിക്കൊപ്പം ഞാനും അങ്ങോട്ട് പോയി. പിന്നെ അതൊരു പതിവായി എല്ലാ ദിവസവും അങ്ങോട്ട് പോകുന്നത്. ഇപ്പം അപ്പച്ചിയൊക്കെ ഇങ്ങോട്ട് വന്നിട്ട് 6 വർഷം കഴിഞ്ഞു. ഇന്ന് വരെ കിച്ചേട്ടൻ ഇങ്ങോട്ട് വന്നിട്ടില്ല. കർണാടകയിൽ എന്തോ പഠിക്കുകയായിരുന്നു എന്നും പിന്നെ ബാംഗ്ലൂർ ജോലി കിട്ടിയെന്നും അപ്പച്ചി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ കാണണമെന്നുണ്ടായിരുന്നു എനിക്ക്. അപ്പച്ചിയുടെ വാക്കുകളിൽ നിന്ന് കേട്ടറിഞ്ഞ കിച്ചേട്ടനെ. ഇന്നലെ കണ്ണേട്ടൻ ആൾ വന്നെന്ന് പറഞ്ഞപ്പോൾ കാണാൻ തോന്നി. പിന്നെ ഓടിപ്പോയി കണ്ടാൽ മാനം പോവുമല്ലോ, അതുകൊണ്ട് വെയിറ്റ് ചെയ്തു. അപ്പോഴാണ് എൻ്റെ പ്രാർത്ഥന കേട്ടെന്ന പോലെ അപ്പച്ചി ഒരു ഗ്ലാസ് ചായ എൻ്റെ കയ്യിൽ തന്നിട്ട് അവന് പോയി കാണാൻ പറഞ്ഞത്. അപ്പോൾ അപ്പച്ചിക്കൊരു ഉമ്മ കൊടുക്കാനാണ് തോന്നിയത്. ആളുടെ മുറിയുടെ മുന്നിൽ വന്ന് നിന്നപ്പോൾ ആകെക്കൂടെ ഒരു വെപ്രാളം തോന്നി. വാതിൽ തട്ടിയതും തുറക്കാതായപ്പോഴാണ് ഞാൻ തുറന്നത്. ആ മുറിയിൽ പലവട്ടം കയറിയിട്ടുണ്ട് എങ്കിലും ഇന്നലെ കയറിയപ്പോൾ എന്താ പറയുക, വല്ലാത്തൊരു ഫീലിങ്സ്. ചുമരിൽ ഞാൻ കാണാത്തതായ ഒരു ഫോട്ടോ ഫ്രെയിം കണ്ടതും ഞാൻ നോക്കി നിന്നു പോയി. അതാണ് കിച്ചേട്ടനെന്ന് മനസ്സിലായി. ആ ഫോട്ടോയിലേക്ക് നോക്കി നിൽക്കാൻ തന്നെ തോന്നിപ്പോയി എനിക്ക്. ആളുടെ ആ കുഞ്ഞി കണ്ണുകൾ, ആരെയും ആകർഷിക്കുന്ന ചിരി, കവളിൽ ഒളിച്ചിരിക്കുന്ന നുണക്കുഴി. എന്താ ലുക്ക്. അങ്ങനെ അത് നോക്കിയിരിക്കുമ്പോഴാണ് പിന്നിൽ എങ്ങനെയുണ്ടെന്നൊരു ചോദ്യം. കണ്ണേട്ടനാണെന്ന് വിചാരിച്ച് പറഞ്ഞു തിരിഞ്ഞപ്പോഴാണ് അത് കേട്ടുകൊണ്ട് കയ്യും കെട്ടി നിൽക്കുന്ന കിച്ചേട്ടനെ കണ്ടേ. വണ്ടറടിച്ച് നിന്നുപോയി ഞാൻ. കാണാൻ നല്ല ചേലുണ്ട്. ഫസ്റ്റ് ഇംപ്രഷൻ തന്നെ പോയല്ലോ എന്ന് ഓർത്ത് എങ്ങനെയും അവിടുന്ന് പോകാമെന്ന് നോക്കി നിൽക്കുമ്പോഴാണ് കണ്ണേട്ടൻ്റെ എൻട്രി. പിന്നെ കണ്ണേട്ടൻ എന്നെ പരിചയപ്പെടുത്തി കൊടുത്തു.
എങ്ങനെയൊക്കെയോ അവിടെ നിന്ന് ഇറങ്ങി അടുക്കളയിലെത്തിയപ്പോൾ എന്താ പറയാ, ആളെ കാണാൻ തോന്നി. അപ്പോൾ ദാ രണ്ടും കൂടി അങ്ങോട്ട് വന്നിരിക്കുന്നു. പിന്നെ കുറേ നേരം സംസാരിച്ചിരുന്നപ്പോൾ കണ്ണേട്ടൻ പറഞ്ഞപ്പോഴാണ് ട്യൂഷൻ്റെ കാര്യം ഓർത്ത് അവിടുന്ന് നേരെ വീട്ടിൽ പോയി ട്യൂഷന് പോയി. ട്യൂഷൻ ക്ലാസ്സിൽ ഇരുന്നപ്പോൾ കണ്ടിരുന്നു പറമ്പിൽ കൂടെ പോകുന്ന കിച്ചേട്ടനെയും കണ്ണേട്ടനെയും. +1 പഠിക്കുന്ന അനീറ്റ കിച്ചേട്ടനെ വായി നോക്കുന്നത് കണ്ടപ്പോൾ ഒരൊറ്റ കുത്ത് വെച്ച് കൊടുക്കാൻ തോന്നി എനിക്ക്. അന്ന് വൈകുന്നേരം അങ്ങോട്ട് പോകണമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് എൻ്റെ ഡിയറസ്റ്റ് ലച്ചുമ്മയും ബ്രോയും വന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ അങ്ങോട്ട് പോയി. അവിടെ ചെന്നപ്പോൾ നാളെ കറങ്ങാൻ പോകാമെന്ന് പ്ലാൻ ഇട്ടു. ഇന്ന് അതിരപ്പള്ളിക്കാണ് പോയത്. ഞാനും ലച്ചുവും മഞ്ജുവും കണ്ണേട്ടനും അജിത്തേട്ടനും കിച്ചേട്ടനും കൂടെയാണ് പോയത്. കണ്ണേട്ടൻ്റെ കാറായതുകൊണ്ട് നേരെ കയറി കാർ ഡ്രൈവർ സീറ്റിൽ കയറിയിരുന്നു. അപ്പോഴാണ് ഡ്രൈവ് ചെയ്യുന്നത് കിച്ചേട്ടനാണെന്ന് അറിഞ്ഞത്. ആകെ ഒരു വെപ്രാളം തോന്നിപ്പോയി. പകുതി എത്തിയപ്പോൾ എന്നോട് സീറ്റ് ബെൽറ്റ് ഇടാൻ പറഞ്ഞു കിച്ചേട്ടൻ. നല്ല ബുദ്ധിയുള്ളത് കൊണ്ട് ആ സാധനം ഇടാൻ അറിയത്തില്ല. പിന്നെ കിച്ചേട്ടൻ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് തന്നു. ഓഹ്, ആ മുഖം അടുത്തേക്ക് നെഞ്ചിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ഹൃദയം പൊട്ടിപ്പോകുമെന്ന് കരുതി ഞാൻ. കണ്ണേട്ടനോ അജിത്തേട്ടനോ അടുത്തേക്ക് വരുമ്പോൾ അല്ലാത്തതുപോലെയൊരു ഫീലിംഗ്. അതിരപ്പള്ളിയിൽ എത്തിയപ്പോൾ ഞാൻ കിച്ചേട്ടൻ്റെ ഒപ്പമാണ് നടന്നത്. എന്തോ എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. പാറയ്ക്ക് മുകളിൽ കയറിയപ്പോൾ പേടിയുണ്ടോ എന്ന് ചോദിച്ച് ഇല്ലെന്ന് പറഞ്ഞു ഞാൻ. അഭിമാനം വിട്ട് കളയരുതല്ലോ. പക്ഷേ ആൾക്ക് മനസ്സിലായി. എൻ്റെ കയ്യിൽ പിടിച്ചു നടന്നു. വല്ലാത്തൊരു സന്തോഷം തോന്നിപ്പോയി എനിക്ക്. അവിടുന്ന് തുമ്പൂർ മൊഴിയിലേക്ക് പോയപ്പോഴും ഞാൻ ആളുടെ കൂടെയായിരുന്നു നടന്നത്. ഫുൾ ആളുടെ ചിലവായിരുന്നു. എല്ലാവരും കൂടെ മുടിപ്പിച്ചു എന്ന് വേണേൽ പറയാം. തിരികെ പോയപ്പോൾ കണ്ണേട്ടനാണ് ഡ്രൈവ് ചെയ്തത്. ഞാൻ നോക്കിയപ്പോൾ കോ ഡ്രൈവ് സീറ്റിൽ ലച്ചു കയറിയിരിക്കുന്നു. ബാക്കിലിരിക്കാന്ന് വെച്ചപ്പോൾ അഞ്ജുവും അജിത്തേട്ടനും വിൻഡോ സീറ്റ് വിട്ടു തരില്ലെന്ന് തീർത്ത് പറഞ്ഞു. അതോടെ നടുക്ക് ഞാനും കിച്ചേട്ടനും. അജിത്തേട്ടൻ വിശാലമായാണ് ഇരുന്നത്. അതുകൊണ്ട് തന്നെ കിച്ചേട്ടൻ എന്നോട് ചേർന്നാണ് ഇരുന്നതും. എന്തോ വല്ലാത്തൊരിഷ്ടം. അങ്ങനെ ഇരിക്കാൻ തോന്നിപ്പോയി ആളോട് ചേർന്ന്. വീടെത്തിയതും എത്തണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയി. ഇന്നത്തെ ദിവസം ഞാൻ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു പോയിരുന്നു. കൂടുതൽ ഞാൻ കിച്ചേട്ടൻ്റെ ഒപ്പമായിരുന്നു. എന്തോ ഭയങ്കര ഇഷ്ടം തോന്നി. അജിത്തേട്ടനോ കണ്ണേട്ടനോ അടുത്തേക്ക് വരുമ്പോൾ ഇല്ലാത്തൊരു ഫീലിംഗ്, വെപ്രാളം, പിടപ്പ് എല്ലാം കിച്ചേട്ടനടുത്ത് വരുമ്പോഴുണ്ട്. എന്താണോ എന്തോ എന്ന് ഞാൻ അച്ചു. പിറ്റേ ദിവസം തിങ്കളാഴ്ച ആയതുകൊണ്ട് ക്ലാസ്സിൽ പോണ തിരക്കിലാണ് അച്ചു. പിങ്ക് ഷർട്ടും ബ്രൗൺ കോട്ടുമാണ് അവളുടെ യൂണിഫോം. മുടി 2 സൈഡിലുമായി മെടഞ്ഞു കെട്ടി. നെറുകയിൽ ഒരു കുഞ്ഞി പൊട്ടും ചെറുതായി കണ്ണിൽ കൺമഷിയും എഴുതി. അമ്മേ, ഞാൻ പോവാ. അതും പറഞ്ഞ് ചേച്ചി പോകുന്നത് അച്ചു മുറിയിൽ നിന്ന് കൊണ്ട് നോക്കി. റെഡിയായി ഇറങ്ങിയതും മേശയിൽ അമ്മ ഭക്ഷണം പ്ലേറ്റിലെടുത്ത് വെച്ചിട്ടുണ്ട്. അതെടുത്ത് കുറച്ച് കഴിച്ചതും മതിയായി. കസേരയിലിരിക്കുന്ന അച്ഛൻ അച്ചുവിനെ തന്നെ നോക്കുന്നത് കണ്ടതും എങ്ങനെയോ മുഴുവൻ കഴിച്ചു തീർത്തു. അടുക്കളയിൽ ചെന്ന് ചോറും പാത്രവും വെള്ളവും എടുത്ത് ബാഗിൽ വെച്ചു. അപ്പോഴേക്കും അച്ചുവിന് പോകേണ്ട സമയമായി. തുണിയലയ്ക്കുന്ന അമ്മയോട് ഓടിപ്പോയി പോവാണെന്ന് പറഞ്ഞ് മുറ്റത്തേക്ക് ഇറങ്ങിയതും ധാ നിൽക്കുന്നു മുറ്റത്ത് തന്നെ കിച്ചേട്ടൻ. ഓയ്, ക്ലാസ്സിൽ പോവാ? അച്ചുവിനെ കണ്ടതും കിച്ചേട്ടൻ ചോദിച്ചു. അതേന്ന് തലയനക്കി. അപ്പോഴേക്കും ആൾ അച്ചുവിനടുത്തേക്ക് എത്തിയിരുന്നു. ആള് എങ്ങോട്ട് പോവാൻ റെഡിയായി നിൽക്കുകയാണ്. എങ്ങോട്ടാ പോണേ? ഷർട്ടിൻ്റെ സ്ലീവ് മടക്കുന്ന കിച്ചുവിനോട് അച്ചു ചോദിച്ചു. തൃശ്ശൂർക്ക്. എന്തിനാ? അറിയാനുള്ള ക്യൂരിയോസിറ്റി കാരണം അച്ചു ചോദിച്ചു. എൻ്റെ ബൈക്ക് അവിടെ തൃശ്ശൂരാണ്, അതെടുക്കണം. പിന്നെ അവിടെ ഒരാളെ കാണാനുണ്ട്. പറയിലും അവരൊരുമിച്ച് നടന്നു. എങ്ങനെയാ പോണേ? ബസ്സിന്. ഞാൻ പോകുന്ന ബസ്സിനാണോ? അച്ചു ചോദിച്ചു. ആളൊന്ന് ചിരിച്ചു. ഏത് ബസ്സായാലും എനിക്ക് കുഴപ്പമില്ല. അതും പറഞ്ഞ് കിച്ചു നടന്നു. ഒപ്പം അച്ചുവും. ബസ് സ്റ്റോപ്പിലെത്തിയതും അച്ചുവിൻ്റെ സൈഡിലേക്ക് നീങ്ങി നിന്നു. തൊട്ടടുത്തായി കിച്ചുവും. ബസ് വന്നതും അച്ചു ഫ്രണ്ടിൽ കൂടെ കയറി, കിച്ചേട്ടൻ ബാക്കിലൂടെയും. ഫ്രണ്ടിൽ കൂടെയാണ് കയറിയത് എങ്കിലും 2 സ്റ്റോപ്പ് കഴിഞ്ഞതും അച്ചു ബാക്കിലെത്തിയിരുന്നു. തിരക്കിൽപ്പെട്ട് ബാക്കിലെത്തിയപ്പോൾ മുന്നിലേക്ക് കണ്ണുകൾ പായിച്ചു. തൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ടീന കയറിയിട്ടുണ്ടോ എന്നാണ് നോക്കുന്നത്. അപ്പോഴാണ് സീറ്റിലിരിക്കുന്ന ആരോ അച്ചുവിനെ തോണ്ടിയത്. അച്ചു നോക്കി. ബാഗ് തായോ, ഞാൻ പിടിക്കാം. പറഞ്ഞ ആളെ നോക്കിയതും അച്ചു ഞെട്ടി. കിച്ചേട്ടൻ. ചിരിയോടെ അച്ചു ബാഗ് ആളുടെ കയ്യിൽ കൊടുത്തു. കുറേ നേരം കഴിഞ്ഞതും കിച്ചു അടുത്തിരുന്ന അപ്പൂപ്പൻ എഴുന്നേറ്റ് പോയി. കിച്ചു അച്ചുവിനെ നോക്കി ഇരിക്കാൻ പറഞ്ഞു. കിച്ചു അടുത്തിരിക്കാൻ പറഞ്ഞത് ഓർത്തപ്പോൾ തന്നെ അവൾ സൈഡ് സീറ്റിലേക്ക് കയറിയിരുന്നു. ഒപ്പം തൻ്റെ ബാഗ് വാങ്ങി മടിയിൽ വെച്ചു. കിച്ചു അടുത്തിരുന്നതും വല്ലാത്തൊരു സന്തോഷം തോന്നി അവൾക്ക്.
വില കൂടിയ പെർഫ്യൂമിൻ്റെ ഗന്ധം കിച്ചുവിനുണ്ടെന്ന് അവൾക്ക് തോന്നി. അപ്പോഴാണ് തങ്ങളിരിക്കുന്ന സീറ്റിൻ്റെ അടുത്ത് ആരോ അവളെ നോക്കുന്നത് കണ്ടത്. ടീനയായിരുന്നു അത്. അച്ചു അവളെ നോക്കി ചിരിച്ചു കാണിച്ചു. പിന്നെ അങ്ങോട്ട് നോക്കാൻ പോയില്ല. അങ്ങനെ പോകാൻ നല്ല രസമൊക്കെയുണ്ട്. സ്കൂൾ സ്റ്റോപ്പ് എത്തിയതും അച്ചു എഴുന്നേറ്റു. ശേഷം കിച്ചുവിനെ നോക്കി. അവൻ ഫോണിൽ നോക്കി ഇരിക്കുകയാണ്. എൻ്റെ സ്റ്റോപ്പ് എത്തി കിച്ചുവേട്ടാ. അതും പറഞ്ഞ് അവൾ ഇറങ്ങി. സ്റ്റോപ്പിലിറങ്ങിയതും ടീനയുടെ ചോദ്യം വന്നു, അടുത്തിരുന്നത് ആരാണെന്ന്. പിന്നെ ഒരുവിധം കസിനാണെന്ന് പറഞ്ഞു. പക്ഷെ മനസ്സിലാരോ അവൻ അവൻ കസിനല്ല എന്ന് പറയുന്നത് പോലെ. ക്ലാസ്സിലെത്തിയതും ചുറ്റുമായി കണ്ണുകൾ പായിച്ചു. സൈഡ് ബെഞ്ചിലിരിക്കുന്ന 3 പേരെ കണ്ടതും അച്ചു അങ്ങോട്ട് നടന്നു. ഇവരാണ് ക്ലാസ്സിലെ എൻ്റെ ഫ്രണ്ട്സ്. അങ്ങനെ കട്ട കമ്പനിയൊന്നല്ല, എന്നാൽ എൻ്റെ ഫ്രണ്ട്സ് അവരാണ്. മീരയും സെറീനയും സനയും. 3 പേരുടെയും സ്ഥലം ഒന്നാണ്. ഞാൻ മാത്രം വേറെ സ്ഥലത്തും. അവരുടെ അടുത്ത് പോയിരുന്നു. കുറച്ചു നേരം സംസാരിച്ചിരുന്നപ്പോഴേക്കും അസംബ്ലിക്കുള്ള ലോങ് ബെൽ അടിച്ചു. പൊരിഞ്ഞ വെയിലത്ത് ഗ്രൗണ്ടിൽ നിൽക്കണമല്ലോ എന്ന് ഓർത്തപ്പോൾ തന്നെ മടുത്തു. 10ാം ക്ലാസ് ആയതുകൊണ്ട് തന്നെ ഓഫീസ് മുറിയുടെ അടുത്താണ് 10ാം ക്ലാസ്സുകാർ. അവിടെ നിന്നും ഇറങ്ങി ഗ്രൗണ്ടിൽ ഹൈറ്റ് ഓർഡറിൽ നിന്നു. അത്യാവശ്യം ഹൈറ്റ് ഉള്ളത് കൊണ്ട് അത്യാവശ്യം ബാക്കിലാണ് ഞങ്ങൾ 4 പേര് നിന്നത്. മീര മാത്രം അല്പം മുന്നിലാണ്. അസംബ്ലി കഴിഞ്ഞ് ക്ലാസ്സിൽ കയറിയതും മാത്സ് സിസ്റ്റർ ക്ലാസ്സിൽ കയറി വന്നു. സൂയ സിസ്റ്ററാണ് മാത്സ് എടുക്കുന്നത്. ആർക്കും അത്രയ്ക്ക് ഇഷ്ടമല്ല അതിനെ. ക്ലാസ്സിൻ്റെ 3/4 ഭാഗവും ഉപദേശമാണ്. കേൾക്കുമ്പോൾ തന്നെ ഇറിറ്റേഷൻ തോന്നും. എനിക്കും സനിക്കും ആ സിസ്റ്ററിനെ ഒട്ടും ഇഷ്ടമല്ല. ഞങ്ങളെ അതിനും ഇഷ്ടമല്ല. കാരണമുണ്ട്. അതിൻ്റെ സ്പെഷ്യൽ ക്ലാസ്സിൽ മീരയും സെറീനയും വരാത്ത ഒരു ദിവസം ഞാനും സനയും ജസ്റ്റ് ഇരുന്ന് സംസാരിച്ചു. അത് കണ്ടപ്പോൾ മുതൽ ഞങ്ങളെ നോട്ടമിട്ടതാ സുവിയ സിസ്റ്റർ. അന്നത്തെ ദിവസം മാത്സ്, ഫിസിക്സ്, ഇംഗ്ലീഷ്, ഹിന്ദി, സംസ്കൃതം എല്ലാ വിഷയങ്ങളും കടന്നുപോയി. എനിക്കാണെങ്കിൽ ഒന്നിലും ശ്രദ്ധ കൊടുക്കാൻ പറ്റുന്നില്ല. പുസ്തകത്തിൽ നോക്കുമ്പോൾ ഓർമ്മ വരുന്നത് ഇന്നലത്തെ കാര്യങ്ങളാണ്. ഒപ്പം ഇന്ന് കിച്ചേട്ടൊപ്പമുള്ള യാത്രയും. ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ അത് തന്നെ അവസ്ഥ. എങ്ങനെയൊക്കെയോ അന്നത്തെ ദിവസം കടന്നുപോയി. വീട്ടിലെത്തിയതും വേഗം കുളിച്ച് ഫ്രഷായി വന്നു. 6 മണിക്ക് ട്യൂഷനുണ്ട്. 5 മണിക്കാണ് വീട്ടിലെത്തിയത്. കുളിച്ച് ഭക്ഷണം കഴിച്ച് വന്നതും പോകേണ്ട സമയമായി. ബാഗിൽ ആവശ്യമുള്ള പുസ്തകങ്ങൾ മാത്രം എടുത്തു വെച്ചുകൊണ്ട് ഉമ്മറത്തേക്കോടി. വിളക്ക് വെച്ചതിൻ്റെ അവിടെ തൊട്ടു തൊഴുതു. ഉമ്മറത്തേക്ക് ഇറങ്ങുന്നതിനൊപ്പം അമ്മയോട് വിളിച്ചു പറഞ്ഞു. കയ്യിലെ വാച്ചിലേക്ക് നോക്കിയതും 6 മണി കഴിഞ്ഞിരുന്നു. വേഗം നടന്നതും പിന്നിൽ നിന്നൊരു വിളി. തിരിഞ്ഞു നോക്കിയപ്പോൾ കിച്ചേട്ടൻ. മനസ്സിൽ പൂത്തിരി കത്തി. എങ്ങോട്ടായി ഓടുന്നേ? കിച്ചേട്ടൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് വന്നുകൊണ്ട് എന്നോട് ചോദിച്ചു. ട്യൂഷന് സമയം വൈകി, ഞാൻ പോട്ടെ. അതും പറഞ്ഞ് മുന്നോട്ട് പോകാൻ നിന്നതും കിച്ചേട്ടൻ എൻ്റെ മുന്നിൽ വന്ന് ബൈക്ക് നിർത്തി. ഇനിയിപ്പോൾ ഓടാൻ നിൽക്കണ്ട, കയറിക്കോ, ഞാൻ കൊണ്ടാക്കാം. കിച്ചേട്ടൻ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. പക്ഷേ പേടിയും തോന്നി. നാട്ടുകാരാണ്, എന്തേലും പറഞ്ഞാലോ? അല്ല, ഞാനെന്തിനാ പേടിക്കുന്നേ? കണ്ണേട്ടൻ്റെ ഒപ്പവും ഞാൻ പോവാറുള്ളതല്ലേ. അതും മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ബൈക്കിലേക്ക് നോക്കി. ഒന്ന് കയറണ്ട അച്ചുവേ. കിച്ചേട്ടൻ അങ്ങനെ പറഞ്ഞതും ഞാൻ കിച്ചേട്ടൻ്റെ ഷോൾഡറിൽ പിടിച്ചുകൊണ്ട് ബൈക്കിലേക്ക് കയറി. ഉഫ്, എന്തൊരു സന്തോഷം. ഇരുകൈ കൊണ്ടും കിച്ചുവിൻ്റെ ഷർട്ടിൽ പിടിച്ചിരുന്നു. പേടിയൊന്നുമില്ല. പിന്നെ എങ്ങാനും വീണാലോ? റോഡിൽ നിർത്തിയാൽ മതിയെന്ന് പറയാൻ വന്നതും കിച്ചേട്ടൻ കുഞ്ഞി പുല്ലുകൾ നിറഞ്ഞ വഴിയിലേക്ക് ബൈക്ക് തിരിച്ചിരുന്നു. ഒരു വലിയ വീടിൻ്റെ സൈഡ് വശവും കഴിഞ്ഞ് ഒരു വീടും കഴിഞ്ഞ് അപ്പുറത്തുള്ള വീട്ടിലാണ് ട്യൂഷൻ. എല്ലാവരും വന്നിട്ടുണ്ട്. സ്നേഹചേച്ചിയും ഇരിപ്പുണ്ട്. ഇന്നലെ ട്യൂഷന് ചെന്നില്ല, ഇന്നാണേൽ വൈകി. പെട്ടെന്ന് ബൈക്കിൽ നിന്ന് ഇറങ്ങി ഗേറ്റിൻ്റെ അടുത്തേക്ക് നടന്നതും കിച്ചേട്ടൻ വിളിച്ചു. ഞാൻ നേരെ നോക്കിയതും എല്ലാവരും എന്നെ നോക്കുന്നു. ഞാൻ തിരിഞ്ഞ് കിച്ചേട്ടനെ നോക്കി. എപ്പോഴാ ട്യൂഷൻ കഴിയാ? 7:45. നീ ഒറ്റയ്ക്ക് വരുമോ ഈ രാത്രി തിരിച്ച്? ചിലപ്പോൾ അമ്മ വരും, അല്ലേ ഞാൻ തന്നെ പോകും. ടോർച്ചുണ്ട്. കിച്ചേട്ടൻ പിന്നെയൊന്നും പറഞ്ഞില്ല. എന്നെയൊന്ന് നോക്കിക്കൊണ്ട് ബൈക്കും സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്ന് പോയി. ഇന്ന് ബയോളജിയാണ് പഠിപ്പിച്ചത്. പഠിപ്പൊക്കെ കഴിഞ്ഞ് 7:45 ട്യൂഷൻ കഴിഞ്ഞു. അമ്മ വന്നില്ല. അതുകൊണ്ട് ഒറ്റയ്ക്ക് തന്നെ പോകണം. റോഡ് വരെ ഇവർ കൂടെ ഉണ്ടാകും. നീരജ സൈക്കിളിലാണ് വരുന്നത്. ബാക്കിയുള്ളവരോട് ഒപ്പം ഓരോന്ന് പറഞ്ഞ് റോഡിലെത്തിയപ്പോൾ ദാ നിൽക്കുന്നു കിച്ചേട്ടൻ. എനിക്ക് സന്തോഷം തോന്നി. ഓടിപ്പോയി കിച്ചേട്ടൻ്റെ അടുത്തേക്ക്. എന്നെ കാത്തു നിന്നതാണോ? സന്തോഷം സഹിക്കാൻ വയ്യാതെ ചോദിച്ചു പോയതാണ്. ഏയ്, ഈ വഴി പോയപ്പോൾ വരുന്നത് കണ്ടു, അപ്പോൾ നിർത്തി. ഒരുമിച്ച് പോകാമെന്ന് കരുതി, കയറ്. കിച്ചേട്ടൻ അങ്ങനെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് സങ്കടം തോന്നി. പിന്നെ ബൈക്കിൻ്റെ പുറകിൽ കയറി.